റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. UK-യിലേക്കുള്ള നെറ്റ് മൈഗ്രേഷൻ 20% കുറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം രാജ്യത്തേക്ക് എത്തിയവരും രാജ്യം വിട്ടുപോയവരും തമ്മിലുള്ള വ്യത്യാസം 86,000 കുറഞ്ഞ് 3,45,000 ആയി. നേരത്തെ ഇത് 4,31,000 ആയിരുന്നു. ബ്രിട്ടീഷ് പൗരന്മാർ രാജ്യം വിട്ടുപോയതിന്റെ എണ്ണം പ്രതീക്ഷിച്ചതിനും വളരെ കൂടുതലാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. പുതിയ രീതി അനുസരിച്ച് 2,57,000 ബ്രിട്ടീഷ് പൗരന്മാർ രാജ്യം പോയപ്പോൾ 1,43,000 പേർ തിരികെ എത്തി. അതായത് ബ്രിട്ടീഷ് പൗരന്മാരുടെ നെറ്റ് മൈഗ്രേഷൻ 1,14,000 കുറവാണ്. കുടിയേറ്റ കണക്കുകൾ നിർണ്ണയിക്കുന്ന രീതി ONS പരിഷ്കരിച്ചാണ് ഈ കണക്കിലെ മാറ്റത്തിന് പിന്നിൽ. വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും യാത്രക്കാരെ ചോദ്യം ചെയ്യുന്ന പഴയ സമ്പ്രദായം നിർത്തലാക്കി. പകരം ആളുകൾ നികുതി ആനുകൂല്യ രേഖകൾ എത്രത്തോളം സജീവമാണെന്ന് പരിശോധിച്ചാലാണ് പുതിയ കണക്കുകൾ തയ്യാറാക്കിയത്. പഴയ രീതിയിൽ ബ്രിട്ടീഷ് പൗരന്മാരുടെ കുടിയേറ്റം കൃത്യമായി അളക്കുവാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് മൈഗ്രേഷൻ ഒബ്സർവേറ്ററി ഡയറക്ടർ ഡോക്ടർ മെഡ്ലിൻ സംബഷൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നോവേറ്റർ ഫൗണ്ടർ വിസയ്ക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. ഗ്രാജുവേറ്റ് റൂട്ട് സ്റ്റേ കാലാവധി കുറയും. UK-യിൽ പഠനം പൂർത്തിയാക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇനി രാജ്യം വിടാതെ തന്നെ ഇന്നോവേറ്റർ ഫൗണ്ടർ വിസ ലഭ്യമാകും. 2025 നവംബർ 25 മുതൽ ഈ സൗകര്യം പ്രാബല്യത്തിൽ വരുമെന്ന് UK സർക്കാർ അറിയിച്ചു. പുതിയ നിയമം അനുസരിച്ച് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് UK-യിൽ തന്നെ ബിസിനസ് ആരംഭിക്കുവാൻ ഈ വിസ വഴിയൊരുക്കും. പഴയ രീതിയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി വീണ്ടും ഈ വിസയ്ക്ക് അപേക്ഷിക്കേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതാണ് ഈ മാറ്റം. വിസ കാലതാമസം കുറയുകയും വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സംരംഭങ്ങൾ വേഗത്തിൽ ആരംഭിക്കുവാനും ഇത് സഹായിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന് നൽകിയ ഒരു സ്റ്റേറ്റ് വിസിറ്റിന്റെ എല്ലാ ഔപചാരികതകളോടും കൂടിയ ഉജ്ജ്വല സ്വീകരണം. 7 വർഷങ്ങൾക്കിപ്പുറം കിരീടാവകാശി വൈറ്റ് ഹൌസിലെത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും സൗഹൃദത്തിൽ ഒരു പുതിയോധ്യായം കുറിക്കുവാനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാനമായ നീക്കമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. സാധാരണ വോക്കിംഗ് വിസിറ്റുകൾക്കപ്പുറം ഔദ്യോഗിക സ്റ്റേറ്റ് വിസിറ്റിന് സമാനമായ ചുവപ്പ് പരവതാനി വിരിച്ചുള്ള വരവേൽപ്പ്, ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകളും രാത്രിയിൽ വിരുന്നും ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളാണ് ട്രംപ് സർക്കാർ രാജകുമാരനൊരുക്കിയത്. ഈ ഉന്നതതല കൂടിക്കാഴ്ചയിൽ നിരവധി തന്ത്രപരമായ വിഷയങ്ങൾ ചർച്ചാ വിഷയമായി. ഇറാന്റെ പ്രാദേശിക ഭീഷണി ചെറുക്കുന്നതിനുള്ള സംയുക്ത നീക്കങ്ങൾ, ഗൾഫ് മേഖലയിലെ പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കൽ, ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര നിക്ഷേപ അവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, കൂടാതെ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ കോൺഗ്രസും മുസ്ലിം ലീഗും. സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമാകാത്തതിനാൽ UDF ജില്ലാ നേതൃത്വ യോഗം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. ഇന്ന് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് ലീഗ് തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യമാണ്. BJP കോർപ്പറേഷനിലേതും CPM ജില്ലാ പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എന്നാൽ ഇരു സ്ഥലത്തും ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കുവാൻ UDF-നായിട്ടില്ല. കോർപ്പറേഷനിൽ ധാരണയിലെത്തിയിട്ട് മതി ഇനി മറ്റ് യോഗങ്ങൾ എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസിനെ അറിയിച്ചു. സംവിധായകൻ VM വിനുവിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തെന്ന് കാട്ടിയ ഹർജിയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ തള്ളിയത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനിറങ്ങിയതെന്നും കോടതി ചോദിച്ചു. തന്റെ പേര് ഭരണകക്ഷിയിൽപ്പെട്ടവർ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുവെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും ആരോപിച്ചാണ് VM വിനു ഹൈക്കോടതിയെ സമീപിച്ചത്. തന്റെ കക്ഷി ഒരു സെലിബ്രിറ്റിയാണെന്നും മേയർ സ്ഥാനാർത്ഥിയായതിനാൽ വിജയിക്കുവാൻ സാധ്യതയുണ്ടെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇതോടെയാണ് സെലിബ്രിറ്റിക്ക് എന്താണ് പ്രത്യേകതയെന്ന് കോടതി ചോദിച്ചത്. കേന്ദ്ര നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന എത്തി സംഘം ATM-ൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന 7 കോടി രൂപ മോഷ്ടിച്ചു. ജയനഗറിലാണ് മോഷണം നടന്നത്. JP നഗറിൽ സ്വകാര്യ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് പണം കൊണ്ടുവന്ന വാനിനെ ഇന്നോവ കാറിലെത്തിയ സംഘം തടഞ്ഞു. കേന്ദ്ര നികുതി വകുപ്പിൽ ഉദ്യോഗസ്ഥരാണെന്ന് പരിചയപ്പെടുത്തിയ സംഘം പണത്തിന്റെ രേഖകൾ ആവശ്യപ്പെട്ടു. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ ശേഷം പണം കാറിലേക്ക് മാറ്റി. പിന്നീട് സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു. സംഘത്തിനായി തിരച്ചിൽ ആരംഭിച്ചു. ആസൂത്രിതമായ കവർച്ചയാണ് നടന്നതെന്ന് പോലീസ് പറഞ്ഞു. ചാരനിറത്തിലുള്ള കാറിലാണ് സംഘം എത്തിയത്. വിവിധ സ്ഥലങ്ങളിലെ CCTV-കൾ പരിശോധിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്ക A-ടീമിനെതിരായ 3-ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് വമ്പൻ തോൽവി. 73 റൺസ് വിജയമാണ് രാജ്കോട്ടിൽ നടന്ന 3-ാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയത്. ആദ്യ 2 മത്സരങ്ങളിൽ ജയിച്ച പരമ്പര സ്വന്തമാക്കി ഇന്ത്യക്ക് 3-ാം മത്സരത്തിൽ അടി പതറുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 325 റൺസ് എടുത്തപ്പോൾ മറുപടിയിൽ ഇന്ത്യ A-ടീം 49.1 ഓവറിൽ 252 റൺസ് അടിച്ച് ഓൾ ഔട്ടായി. അർദ്ധ സെഞ്ചുറി നേടിയ ആയുഷ് ബദേനി, ഇഷാൻ കിഷൻ എന്നിവർ ഇന്ത്യക്കായി തിളങ്ങിയെങ്കിലും വിജയലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായില്ല. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.11 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.